ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡിന്റെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്നതാണ്. ഇപ്പൊ ഈ പാഠത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന വിവിധ തരം ചലനങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്ക് അധികം വൈകാതെ ക്ലാസ്സിലേക്ക് പോവാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടാന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരം ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചലനം, ഹൃദയത്തിന്റെ മിടിപ്പ്, ഡയഫ്രത്തിന്റെ ചലനം, അതുപോലെ കൈകാലുകളുടെ ചലനം, അതുപോലെ ഒരുപാട് ചലനങ്ങൾ അല്ലെ. സസ്യങ്ങളിൽ എന്തൊക്കെ ചലനങ്ങളാണ് കാണുന്നത്? വിത്ത് മുളയ്ക്കുന്നു, അതുപോലെ പ്രകാശം എന്ന് പറയുന്ന ഉദ്ദീപനത്തിനെതിരായിട്ട് ചെടികൾ വളരുന്നു, വെള്ളം എന്ന് പറയുന്ന ഉദ്ദീപനത്തിന് നേരെ വേരുകൾ വളരുന്നു. അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ ചലനങ്ങൾ സസ്യങ്ങളിലും കാണുന്നുണ്ട്. ഇത്തരം ചലനങ്ങൾക്കൊക്കെ എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണല്ലേ. ഞാൻ ചോദിക്കട്ടെ, സസ്യങ്ങളിലാണോ ചലനം കൂടുതൽ, അതുപോലെ അല്ലെങ്കിൽ ജന്തുക്കളിലാണോ ചലനം കൂടുതൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും ജന്തുക്കളിലാണ് ചലനം കൂടുതൽ അല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ ഏറ്റവും കൂടുതൽ അളവ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചലനത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പം സസ്യങ്ങളെ അപേക്ഷിച്ച് ജന്തുക്കൾക്ക് ചലനം കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ അധിക ഭാഗവും നമ്മൾ എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്? ചലനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഭാഗം നോക്ക്. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ ഏറിയ പങ്കും ജന്തുക്കൾ ചലനത്തിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിനിയോഗിക്കുന്നത്. അതിനാൽ സസ്യങ്ങളെ അപേക്ഷിച്ച് ജന്തുക്കൾക്ക് ഊർജത്തിന്റെ ആവശ്യം കൂടുതലാണ്. ഈ ഒരു പോയിന്റ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയും നേരമായിട്ട് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് നോക്കിയത്. നമ്മൾ ഇമ്പോർട്ടന്റ് ഭാഗം പഠിച്ചു പോകുന്നതാട്ടോ നല്ലത്. ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് പഠിക്കാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവാം. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ള ഒരു പിക്ചർ നോക്കാം. നമ്മളെ ചുറ്റും കാണുന്ന പലതരം ചലനങ്ങളാണല്ലോ തന്നിരിക്കുന്നത്. ആദ്യത്തേതിൽ എന്താ? അമീബ കപടബാധ ഉപയോഗിച്ച് ഭക്ഷണ സമ്പാദനം നടത്താണല്ലേ. അതുപോലെ രണ്ടാമത്തെ പിക്ചറിലോ ഡയഫ്രത്തിന്റെ ചലനമാണല്ലേ കാണുന്നത്. മൂന്നാം ചിത്രത്തിലോ സസ്യങ്ങൾ എന്ത് ചെയ്യാ? പ്രകാശം എന്ന് പറഞ്ഞ ഉദ്ദീപനത്തിന് നേരെ വളരുകയാണ്. ഇത്തരം ചലനങ്ങൾക്കാണ് ട്രോപ്പിക ചലനം എന്ന് പറയാ. ഇനി നോക്കൂ, ഇതൊരു ലോക്കോമോട്ടറി ചലനമാണല്ലേ. എന്ത് ചെയ്യാ? കടുവ മാനിനെ പിടിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ അവിടെ ലോക്കോമോഷൻ എന്ന് പറയുന്നതാണ്, സഞ്ചാര ചലനമാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരം ചലനങ്ങളൊക്കെ നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി എന്ത്? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ചലനങ്ങളും ഉണ്ട്, അതുപോലെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളും ഉണ്ട്. അപ്പൊ ലോകത്തെ ചലനങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സൂക്ഷ്മജീവികളിൽ കാണുന്ന ചലനം, രണ്ടാമത്തേത് ജന്തുക്കളിൽ കാണുന്ന ചലനം, മൂന്നാമത്തേത് സസ്യങ്ങളിൽ കാണുന്നത്, നാലാമത്തേത് ഇവയിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ചലനങ്ങൾ. അതിനെന്ത് പറയും? പൊതുവായ ചലനങ്ങൾ എന്ന് പറയും. സൂക്ഷ്മജീവികളുടെ ചലനങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ബാക്ടീരിയയില് ഫ്ലജെല്ല ഉപയോഗിച്ചിട്ടുള്ള ചലനം, അതുപോലെ അമീബയുടെ കപടബാധ ഉപയോഗിച്ചിട്ടുള്ള ചലനം, പാരമീസിയത്തിലെ സീലിയ ഉപയോഗിച്ചിട്ടുള്ള ചലനം. ബാക്ടീരിയയിൽ ചലനത്തിന് സഹായിക്കുന്ന അവയവം ഏതാണ്? ഫ്ലജെല്ല. അമീബയിൽ സഹായിക്കുന്നത് കപടബാധങ്ങളാണ്, പാരമീസിയത്തിൽ സീലിയ. ഇനി ജന്തുക്കളുടെ ചലനം നോക്കുക. ജന്തുക്കളിലെ സ്ഥാന ചലനം അല്ലേ, അതായത് ശരീരത്തിന് ഉണ്ടാവുന്ന സ്ഥാനമാറ്റം കൊണ്ടുണ്ടാവുന്ന ചലനം. അതുപോലെ പുംബീജങ്ങളുടെ ചലനം, നമ്മുടെ ഭക്ഷണം പോകുന്ന പെരിസ്റ്റാൾസിസ്, ഹൃദയമിടിപ്പ്, രക്തപര്യനം, പിന്നെ നമ്മുടെ നടത്തം, ഓട്ടം, ചാട്ടം, ഇവയൊക്കെ ജന്തുക്കളിലെ ചലനമാണ്. ഇനി സസ്യങ്ങളിലെ നോക്കാം. ഞാൻ പറഞ്ഞു വിത്ത് മുളയ്ക്കല്, പിന്നെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ അതിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന് നേരെ വളരുന്നത്, ഇതൊക്കെ എന്താണ്? സസ്യങ്ങളിലെ വിവിധ തരം ചലനങ്ങളാണ്. ഇനി പൊതുവായ ചലനങ്ങൾ ഉണ്ടല്ലേ, അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ജന്തുക്കളുടെ ശരീരത്തിൽ മൊത്തമായിട്ട് പദാർത്ഥങ്ങള് സഞ്ചാരം, സംവഹനം, ഇതിനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇതൊക്കെ നിങ്ങൾ പ്രീവിയസ് ചാപ്റ്ററുകളിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ പൊതുവായ ചലനങ്ങൾക്ക് ഉദാഹരണം ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊന്നും അധികം സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം.